പാലിന് വില കൂട്ടിയിരുന്നല്ലോ. ആ പുതുക്കിയ വില ഇന്ന് തൊട്ട് പ്രാബല്യത്തിൽ വരുന്ന ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിപ്പിച്ചത്. മിൽമ പുറത്തിറക്കുന്ന തൈര്, മോര് എന്നിവ അടക്കമുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങൾക്കും വില കൂടും. വെണ്ണ, നെയ്യ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് ജനുവരിയിൽ വില കൂട്ടിയത് കൊണ്ട് തന്നെ ഈ വില വർധനവ് ഈ ഉൽപ്പന്നങ്ങൾക്ക് ബാധകമാകില്ല. ആഷിഖ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ആഷിഖെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ മിൽമ പാലിന് വില വർദ്ധിപ്പിച്ചു. നേരത്തെ എടുത്തൊരു തീരുമാനമാണ്. ജൂൺ 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രാബല്യത്തിൽ വരികയാണ് ഇന്ന് മുതൽ. പിന്നെ ആശ്വസിക്കാൻ പറ്റുന്ന കാര്യം, ഇതിൽ കൂടുതൽ ഈ പൈസ കൂട്ടിയെങ്കിലും കർഷകർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലാണ് ഒരു വർധനവുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. സേതു, ഗുഡ് മോർണിംഗ്. ഒരുപക്ഷെ നമ്മൾ ഇന്നു മുതൽ കുറച്ച് അല്പം ബുദ്ധിമുട്ടിയായിരിക്കും ജീവിക്കേണ്ടി വരിക. അത് ഒരുപക്ഷെ ചായപ്രേമികളെ സംബന്ധിച്ചിടത്തോളം ലിറ്റർ 4 രൂപ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ചായക്ക് വില കൂടും. നേരത്തെ തന്നെ ഗ്യാസ് വില വർദ്ധിച്ചപ്പോൾ ചായക്ക് വില കൂടി. ഇനി പാലിന് വില കൂടി കൂടുമ്പോൾ അത് എത്രത്തോളം കൂടുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. എന്തായാലും പാലിന് ലിറ്റർ 4 രൂപയും തൈരിനും ഏകദേശം ഒരു കിലോയ്ക്ക് 10 രൂപയ്ക്ക് അടുത്തും കൂടുമെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇന്നത്തോടു കൂടി പ്രാബല്യത്തിൽ വരികയാണ്. നമ്മളിപ്പോൾ ഇവിടെയുള്ളത് നമ്മളുടെ സ്ഥിരമായി വരുന്ന കടയിലാണ്. ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള ഒരു ഹോട്ടലിലാണ്. ഇവിടെ സ്ഥിരമായ ആളുകൾ ഇത്തരത്തിൽ ചായ കുടിക്കുക നമ്മളടക്കം എത്തുന്ന ഒരു കടയാണ്. ഇവിടെ ഇപ്പോൾ വില വർധന കാണിച്ചിട്ടുണ്ട്. ചായക്ക് 12 രൂപ, അതുപോലെ വട 12 രൂപ, കട്ടൻ ചായ 10 രൂപ. നിലവിൽ അതിന് 12 രൂപയായി ഒതുക്കിയെങ്കിൽ പോലും വൈകാതെ വില വർദ്ധിക്കുമെന്നാണ് ഹോട്ടൽ ഉടമകളടക്കം പറയുന്നത്. എന്തായാലും ഈ മിൽമയുടെ പലവിധ ഉൽപ്പന്നങ്ങളുണ്ട്. അതിൽ എല്ലാവരും ഉപയോഗിക്കുന്ന മിൽമ സ്മാർട്ട് പോലെയുള്ള 500 മില്ലി ലിറ്റർ പാലിന് 25 നിന്ന് 27 രൂപ, അതായത് 2 രൂപയാണ് വർദ്ധിച്ചത്. അതുപോലെ ഹോമോജനസ് ഫ്രൈഡിന് 2 രൂപ കൂടി 30 രൂപയായിട്ടുണ്ട്. ടോണ്ട് മിൽക്കിന് 27 രൂപ, മിൽമ റിച്ചിന് 32 രൂപ. ഇങ്ങനെ പലവിധത്തിലാണ്. അതായത് 500 മില്ലി ലിറ്ററിന് 2 രൂപ തരത്തിലാണ് വില കൂടിയിട്ടുള്ളത്. ഇപ്പോൾ ആളുകളെല്ലാം ചായ കുടിക്കാൻ രാവിലെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മിൽമ പാലിന് ഇപ്പോൾ 2 രൂപ വെച്ച് കൂടിയിരിക്കുകയാണ്. നിങ്ങൾ രാവിലത്തെ ചായ കുടിന് ബുദ്ധിമുട്ടാകുമോ? ചായ കുടിച്ചാലേ പറ്റും. എങ്ങനെ ഈ പാൽ വില വർദ്ധിക്കുന്നു, അതുപോലെ ഗ്യാസ് വില വർദ്ധിക്കുന്നു, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടായി മാറില്ലേ? സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാവും, പക്ഷെ കുടിക്കാതെ രക്ഷയില്ല. കൂട്ടാതെ മിൽമ ഓടിപ്പോകത്തുമില്ലായിരിക്കും. നമ്മൾ അതിനോട് സഹകരിക്കുകയാണ്, വേറെ വഴിയൊന്നുമില്ല. എന്താണ് ചായ വില, ഈ പാൽ വില കൂടുന്നു, തൈര് വില കൂടുന്നു, ഗ്യാസിന്റെ വില ഇന്നും വീണ്ടും വർദ്ധിച്ചു. എന്താണ് ഒരു സാധാരണക്കാരൻ നിൽക്കുക? അത് കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ് ടു വർക്ക് ഹാർഡർ ആൻഡ് മേക്ക് മോർ മണി. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട്. സാധാരണക്കാർക്കും ഓപ്പർച്യൂണിറ്റിയാണ് കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മൾ കൺസ്യൂമറിസം പറയുന്നതാണ്. ഇഫ് യു വാണ്ട് ടു ഗ്രോ, things will grow, even the price will also grow. പക്ഷേ ആളുകൾ വരുമാനം വർദ്ധിക്കുന്നില്ല, പക്ഷേ ചെലവുകൾ വർദ്ധിക്കുന്നു. അത് you have to be creative. ക്രിയേറ്റിവിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മൾ അത് ഇരുന്ന് ഇങ്ങനെ ചുമ്മാ ആലോചിച്ച് നമുക്കൊന്നും ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ വി വിൽ നെവർ ഗ്രോ. ബട്ട് ദർ ഇസ് ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടുഡേ ടു ഗ്രോ. സേതു, എന്തായാലും ആളുകൾ പലവിധത്തിലാണ് അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളത് ഈ കടയിലാണ്. എന്തായാലും ഇവിടെ അടക്കം നിലവിൽ വില വർദ്ധിച്ചിട്ടില്ലെങ്കിൽ പോലും വൈകാതെ വില വർദ്ധിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഉടമകളടക്കം പറയുന്നത്. കാരണം 12 രൂപയാണ് നിലവിൽ ഇവർ ചായക്ക് ഇടയാക്കുന്നത്. പക്ഷേ പല കടകളും ഇപ്പോൾ തന്നെ 15 രൂപയ്ക്കടക്കം പാൽ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ചായക്ക് ഇപ്പോൾ 12 രൂപയാണ്, ഇനി വർദ്ധിപ്പിക്കേണ്ടി വരുമോ? ഇനി 15 രൂപയാവും. പിന്നെ ഈ പാൽ റേറ്റ് എല്ലാം കൂടിയപ്പോൾ വർക്കേഴ്സ് എല്ലാം ശമ്പളം കൂട്ടി ചോദിക്കും. അതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ഥാപനം നടത്തി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കണം. പിന്നെ ഗ്യാസിൻ്റെ റേറ്റ് കൂടിപ്പോയി, അതും 1000 രൂപയായി. ഇപ്പം വർക്കറെല്ലാം ശമ്പളം കൂട്ടി ചോദിക്കണം. പിന്നെ വടയെല്ലാം 15 രൂപ ആക്കിയാലേ പറ്റും, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഗ്യാസിന് 3000 രൂപ, പാലിന് 4 രൂപ ലിറ്റർ വെച്ച് കൂടുന്നു. വേറെ എന്തൊരു പറയാം. സേതു, ഈ നിസ്സഹായാവസ്ഥയാണ് ഈ കട ജീവനക്കാരടക്കം പറയുന്നത്. കാരണം ഒരേപോലെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നു, ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യും ഇവരുടെ കാര്യമൊന്ന്. കഷ്ടമാണ് വ്യാപാരികളുടെയൊക്കെ കാര്യം. അവർക്ക് ജീവിക്കുകയും വേണം, എന്നാൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിലക്കയറ്റവും